ഭാര്യയുടെ ഏറ്റവും വലിയ കടമയാണ് ആദ്യം നിസ്കാരം കഴിഞ്ഞ ഉടനെ ആദ്യം ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം. ആദ്യം ഭർത്താവിന് വേണ്ടിയിട്ടാണ് ദുആ ചെയ്യേണ്ടത്. ഒരു പെണ്ണിനോട് നബി തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഉപദേശിച്ച ഉപദേശത്തിൽ പറഞ്ഞ വാക്കാണ്, ഒരു ഭാര്യയുടെ കടപ്പാട് എന്ന് പറഞ്ഞാൽ അവള് സല്ലത്ത് റബ്ബഹ, തന്റെ റബ്ബിന് വേണ്ടി അവൾ നമസ്കരിച്ചു. സുമ്മ തദ്ഉ ലിസൗജിഹാ സുമ്മ തദ്ഉ ലിനഫ്സിഹാ. അവൾ പിന്നെ ആദ്യം ചെയ്യേണ്ടത് അവളുടെ സ്വന്തം ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം, അവൾക്ക് വേണ്ടിയല്ല. സുമ്മ തദ്ഉ ലിനഫ്സിഹാ, ഭർത്താവിന് ദുആ ചെയ്തതിന് ശേഷമാണ് അവൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. ഇനി ഏതെങ്കിലും ഒരു പെണ്ണ് സല്ലത്ത് റബ്ബഹ, അവൾ നമസ്കരിച്ചു, സുമ്മ തദ്ഉ ലിനഫ്സിഹാ, തനിക്ക് വേണ്ടി ദുആ ചെയ്തു, സുമ്മ തദ്ഉ ലിസൗജിഹാ, പിന്നീട് അവളുടെ ഭർത്താവിന് വേണ്ടി അവൾ ദുആ ചെയ്താൽ അവളുടെ നമസ്കാരം അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടും അത്രേ. പെണ്ണുങ്ങൾക്ക് വല്ല അറിയാവോ ഇത് സംഭവം? യൂട്യൂബിൽ ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ, വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? കാരണം ഈ ഭർത്താക്കന്മാർ പുറത്തു പോയി കിടന്ന് കഷ്ടപ്പെടുന്ന ഈ വെയിലും കൊണ്ടിട്ട് ഈ തീച്ചൂളയിൽ കിടന്ന് ത്യാഗം അനുഭവിക്കുന്നത് അവരും വല്ല അറിയുന്നുണ്ടോ? അവര് പൊരയ്ക്കാത്ത വീട്ടിനകത്തിരിക്കല്ലേ, അവരും തീയുടെ മുന്നിൽ, അടുപ്പിന്റെ മുന്നിൽ ഉസ്താദ് നിൽക്കുന്നത്. അവരും പറയും സംഭവം ശരി തന്നെയാണ്, എന്നാൽ ആ തീയായിട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് കൊടുത്ത ഉപദേശമാണ്